സ്നേഹം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, വളരെ പ്രധാനപ്പെട്ട ദിവസത്തിലെ ബാക്കിയുള്ള കുറച്ച് മണിക്കൂറുകളിൽ ദുആയിൽ മുങ്ങി നിൽക്കുന്ന നിമിഷത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കുട്ടികളാണ് നമ്മുടെ സമ്പാദ്യം എന്ന് നമ്മൾ പറയാറില്ലേ? എന്തുകൊണ്ടാണത്? ചിലപ്പോൾ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയും. എന്നാൽ ഈ ആരോഗ്യവും നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാതും, സമയം, ഉറക്കം എല്ലാം കുട്ടികൾ ഉണ്ടായത് മുതൽ അവർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്നു. ഓരോ സമയത്തും ഓരോ തരം പേടിയും മൂഡ് വേരിയേഷനും സ്ട്രെസ്സും എല്ലാം കുട്ടികൾ കാരണം അവരെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും, അല്ലേ? മാനസികമായി കുട്ടികൾ നമുക്ക് തരുന്ന സ്ട്രെസ് എല്ലാ കാലവും നമ്മുടെ ജീവിതം മുഴുവനും കുട്ടികളെ സർക്കിൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ്. എന്നാൽ ആ കുട്ടികൾ വഴി തെറ്റിപ്പോവുക, ചീത്ത കൂട്ടുകെട്ടയിൽ അകപ്പെടുക, ദീനിൽ നിന്ന് പുറത്തു പോവുക, പാരന്റ്സിനെ തീരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നെല്ലാം സംഭവിക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയം തകർന്നു പോകും, അല്ലേ? ഒരുപാട് കുട്ടികൾ ഓരോ ദിവസവും ദീനിൽ നിന്ന് വഴി തെറ്റിപ്പോകും. നമ്മൾ കുട്ടികളൊക്കെ വളർത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ സത്യത്തിൽ ഒരുതരം കണ്ണുപൊത്തിക്കളിയാണ് കളിക്കുന്നത്. കുട്ടികൾ എന്തായി തീരുമെന്ന് നമുക്കറിയില്ല. എല്ലാം നമ്മുടെ ഒരുതരം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു കാര്യം പറയും, ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം പടച്ചവന്റെ കയ്യിലാണ്, പടച്ചവൻ വെച്ച പോലെ വരുള്ളൂ, പടച്ചവൻ തീരുമാനിച്ച പോലെ വരുള്ളൂ. 100% തീർത്തും അത് ശരിയാണ്, വളരെ പെർഫെക്റ്റ്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശരിയായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ 1000 തവണ നമ്മൾ പരിശോധിക്കണം, ചിന്തിക്കണം. ഏറ്റവും പ്രധാനമായി കൂടുതലായി നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടിയുള്ള ദുആ തന്നെയാണ്. അത് വെറും അവരുടെ പഠിപ്പിനോ ജോലിക്കോ സൗന്ദര്യത്തിനോ ആരോഗ്യത്തിനോ ആയുസ്സിനോ വേണ്ടി മാത്രമുള്ളതാവരുത്. അവരെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും ശൈത്താന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യണം നമ്മൾ. ഈ ദുആ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ തുടങ്ങണം, കല്യാണം കഴിക്കുന്നതിന് മുന്നേ തുടങ്ങണം. ദുആ ഒരു കണ്ടിന്യൂസ് ലൈഫ് ലോങ് നെവർ എൻഡിങ് പ്രോസസ്സാണ്. അത് ഇടയിൽ വെച്ച് നിർത്തേണ്ട ഒരു കാര്യമല്ല. കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ തുടങ്ങി കുട്ടികൾ ഉണ്ടായി അവരുടെ ഓരോ വളർച്ചയിലും ഓരോ സ്റ്റേജിലും ജീവിതകാലം മുഴുവനും അവരുടെ എല്ലാതരം പ്രൊട്ടക്ഷന് വേണ്ടി ദുആ ചെയ്യണം. നെവർ എവർ ഗിവ് അപ്പ്. ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 5 നേരമെങ്കിലും അള്ളാഹുവെ ഞങ്ങളുടെ കുട്ടികൾക്ക് നീ ചുറ്റും അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ വലയം, ഒരു സുരക്ഷാ വലയം നീ സൃഷ്ടിക്കണേ റബ്ബേ. അവരുടെ ശരീരങ്ങളെയും മനസ്സുകളെയും വികാരങ്ങളെയും എല്ലാ തരം തിന്മകളിൽ നിന്നും ശൈത്താന്റെ പിടിയിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവെ അവരെ നീ രക്ഷിക്കണേ, സംരക്ഷിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോയി എന്നാൽ പോലും ആ ദുആ നിർത്തരുത്. നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം, ചെയ്തിരിക്കണം. മക്കൾ വിവാഹപ്രായം എത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ മനസ്സ് വരണേ എന്നും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചവനെ അടുപ്പിച്ച് തരണം എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാറില്ലേ? അത് പ്രായം തെറ്റിപ്പോയാൽ പോലും ദുആയുടെ രീതികൾ മാറ്റുക എന്നല്ലാതെ അത് നിർത്തിക്കളയരുത്. രണ്ടാമത്തെ കാര്യം, ദുആ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാവരുത് ദുആ. നമ്മുടെ മക്കൾ മാത്രം നന്നായിട്ടോ മയക്കുമരുന്നിന് പോകാതിരുന്നിട്ടോ രക്ഷപ്പെട്ടിട്ടോ കാര്യമില്ല. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളും അവർക്കുള്ള ചുറ്റുമുള്ളവയും നന്നായില്ലെങ്കിൽ വീണ്ടും അവർ വഴിതെറ്റിപ്പോകും. ഏത് കുട്ടി വഴി തെറ്റിയാലും നമ്മുടെ മനസ്സ് വിഷമിക്കണം. മൂന്നാമതായി, നമ്മുടെ സ്വന്തം കുട്ടികളുടെ വളർച്ചയിൽ അഹംഭവിക്കുകയോ മറ്റുള്ള കുട്ടികളുടെ നാശത്തിൽ സന്തോഷിക്കുകയും നമ്മൾ ചെയ്യരുത്. അത് നമുക്ക് തന്നെ ദോഷം ചെയ്യാനിടയാവും. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്ന് പറയാറില്ലേ? അത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും അഹങ്കരിക്കരുത് എന്നും കൂടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാം ഒരു തരം കണ്ണുപൊത്തിക്കളിയാണ്. വളരെ കുറച്ച് മാത്രം മാമ്പൂവാണ് മാങ്ങായി വരുന്നത്. ഒട്ടുമിക്കതും കൊഴിഞ്ഞു പോകും, നശിച്ചു പോകും. നമ്മുടെ മക്കൾ രക്ഷപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. പക്ഷേ മറ്റുള്ളവരുടെ മക്കൾ രക്ഷപ്പെടരുത് എന്ന് ചിന്തിച്ചു പോകരുത്. ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി എല്ലാവർക്കും ദുആ ചെയ്യാം. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂട്ടത്തിലുള്ള ആമീൻ പറച്ചലിന് പകരം നമ്മൾ തനിച്ച് കുറച്ചു നേരം അള്ളാഹുമായി ചെലവഴിക്കുക. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ അള്ളാഹുമായി പങ്കുവെക്കുക. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാം.